അപ്പോ എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണ സാബ്. ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നാണ് ബിടിഎസിന്റെ സ്വന്തം സൺഷൈൻ ഹോബിയുടെ ബർത്ത്ഡേ. നമുക്കറിയാം ഹോബി നല്ലൊരു ഡാൻസറും റാപ്പറും ഒക്കെയാണ്. അതിലുപരി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളി ഒരു ജീവനുള്ള ബാറ്ററിയാണെന്ന്. എവിടെ ചെന്നാലും ആ പരിസരം മൊത്തം ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കാൻ ഹോബിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. പക്ഷേ ചില സമയം ഇതേ എനർജി ലേശം ഓവർ ആവാറുമുണ്ട്. ആ ചിരി കണ്ടിട്ടില്ലേ? ഈ ലോകം മുഴുവൻ കേൾക്കാവുന്ന ഒരു പ്രത്യേക തരം സൈക്കോ ചിരി. സാധാരണക്കാരെ വാഗോണ്ട് ചിരിക്കുമ്പോ ഹോബി ശ്വാസകോശം മൊത്തം പുറത്തോട്ടെടുത്ത് ഒരു വല്ലാത്ത അട്ടഹാസാണ് കാച്ചുന്നത്. ആ ചിരിയിൽ തന്നെ ഒരു 1000 വാട്ട്സിന്റെ പവറും ഉണ്ട്. ഒരു 1.5 വെടിക്കെട്ട് തന്നെ. ആ ചിരി കേട്ടാ അറിയാതെ നമ്മളും ചിരിച്ചു പോകും. പിന്നെ ഇതുപോലുള്ള വെറൈറ്റി പോസുകള് പുള്ളിയുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ ആർമീസിനൊരു 100 മീംസ് ഉണ്ടാക്കാനുള്ള വക തരും. പുള്ളിയുടെ ചില സമയത്ത് റിയാക്ഷൻസ് കണ്ടാ ചിരിക്കണോ അതോ സങ്കടപ്പെടണോന്ന് പോലും അറിയില്ല. പിന്നെ പേടിയുടെ കാര്യത്തിൽ ഉസ്താദല്ലേ, ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ. കാര്യം കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കെങ്കിലും ആളൊരു ശുദ്ധനാ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ബിടിഎസിൽ ഇത്രയും മോശമായി ട്രീറ്റ് ചെയ്ത മറ്റൊരു മെമ്പർ തന്നെ ഉണ്ടാവില്ല. തുടക്കകാലത്ത് ഒരുപാട് ഹേറ്റ് കമന്റ്സ് വന്നിട്ടുള്ള ആളാണ് ഹോബി. സൗത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡൽ ലൈഫ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. കാരണം മിക്ക ഐഡൽ ലൈഫുകളും സക്സസ് ആവണം എന്നില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ആ ഭാഗ്യം ലഭിക്കാറുള്ളൂ. അതിനാൽ തന്നെ ഹോബി ഐഡൽ ലൈഫ് ചൂസ് ചെയ്തതിനെ ഹോബിയുടെ ഫാദർ ഹോബിയെ ശക്തമായി എതിർത്തിരുന്നു. പിന്നെയും ഹോബിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നത് ആളുടെ അമ്മയായിരുന്നു. ഫിനാൻഷ്യലിയും അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹോബിയുടെ സോളോ പ്രൊജക്റ്റായ മാമ എന്ന സോങ് ഹോബിയുടെ അമ്മയ്ക്കായി ഡെഡിക്കേറ്റ് ചെയ്താണ് എഴുതിയത്. അഗ്ലി മെമ്പർ ഓഫ് ബിടിഎസ് എന്നും ഹോബി ബാൻഡ് വിട്ടു പോകണമെന്നും വരെ ആളുകൾ പറഞ്ഞു. ആ സമയത്ത് സൈബർ ബുള്ളിങ്ങിന് ഒരുപാട് ഇരയായിട്ടുണ്ട് ഹോബി. ഇത്തരക്കാരെ ഭയന്ന് ആ സമയത്ത് ഹോബി ഫുൾ ടൈം മാസ്ക് വെച്ചായിരുന്നു നടന്നിരുന്നത്. വി ലൈവ് ചെയ്തിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കമന്റ്സ് കാരണം ഒരുപാട് കാലത്തേക്ക് വി ലൈവ് പോലും ചെയ്തിരുന്നില്ല. അറ്റ്ലാസ്റ്റ് ബാൻഡിൽ നിന്ന് പോകാൻ വരെ റെഡിയായി നിന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ മനുഷ്യന്റെ ഏത് ആംഗിളിൽ നോക്കിയിട്ടാണ് ഇവറ്റകള് ഹോബി അഗ്ലിയാണെന്ന് പറഞ്ഞത്. കൃത്യസമയത്തെ മെമ്പേഴ്സിന്റെ ഇടപെടൽ ഹോബി ബിടിഎസിൽ തുടരാൻ കാരണമായി. ഇത്തരക്കാരുടെ ബാഡ് കമന്റ്സിനൊന്നും ചെവി കൊടുക്കാതെ തന്റെ പാഷനും പൊട്ടൻഷ്യലും മുഴുവൻ തന്നെ സ്നേഹിച്ച് കൂടെ നിന്ന ഫാൻസിന് വേണ്ടി മാറ്റിവെച്ച് ഹാർഡ് വർക്ക് ചെയ്തു. ഒരു സമയത്ത് ഒന്നുമല്ലാതായിരുന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് സൈബർ ബുള്ളിങ്ങിനും വിധേയനായിട്ടും തന്റെ പ്രതീക്ഷ കൈവിടാതെ പാഷനെ പിന്തുടർന്നത് കൊണ്ട് തന്നെയാണ് ഹോബി ഇന്നൊരു സക്സസ്ഫുൾ ഐഡലായി മാറി. ഒരിക്കൽ തന്നെ എതിർത്ത തന്റെ ഫാദറിനെ കൊണ്ട് പോലും ഞാൻ എന്റെ മകന്റെ ഉയർച്ചയിൽ അഭിമാനിക്കുന്നു എന്ന് പറയിപ്പിച്ചു. ആ ഒരു യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. മുമ്പൊരു തവണ ഹോബിയുടെ ബർത്ത്ഡേക്ക് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഹോബിക്ക് ഒരു സർപ്രൈസ് കൊടുത്തു. ഹോബിയുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബർത്ത്ഡേ വിഷ് ആയിരുന്നു അത്. പറയേണ്ട ആവശ്യമില്ലല്ലോ, ആൾ ഇമോഷണലായി, നമ്മളെ കൂടി കരയിപ്പിച്ചു. ജേഹോബ് എന്ന പേര് അന്വർത്ഥമാക്കാൻ എല്ലായ്പ്പോഴും സന്തോഷവാനായിരിക്കാൻ ഹോബി ശ്രമിക്കാറുണ്ട്. സ്വന്തം സങ്കടങ്ങൾ പുറത്തു കാണിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും എനർജറ്റിക് ആയി ഇരിക്കുക എന്നത് മാനസികമായി വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എവിടെയാണോ പ്രകാശമുള്ളത് അവിടെ നിഴലും ഉണ്ടാകുമെന്ന് ഹോബി ഇടയ്ക്ക് പറയാറുണ്ട്. തന്റെ കഷ്ടപ്പാടുകളെല്ലാം അതിജീവിച്ച് മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന വ്യക്തിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഹോബി. ആർമിയുടെ പ്രിയപ്പെട്ട ഹോബിക്ക് ജന്മദിനാശംസകൾ. എന്നും ആ ചിരിയും പോസിറ്റീവ് എനർജിയും കൂടെ ഉണ്ടാവട്ടെ. ലോകത്തിന് എന്നും വെളിച്ചം നൽകുന്ന സൂര്യനായി തുടരുക.